പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോവിൻ. ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് നന്ദിയാണ്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്റെ സബ്സ്ക്രൈബർ കൗണ്ട് 133 ആണ്. അതായത് ഞാൻ 100 സബ്സ്ക്രൈബേഴ്സ് കാണുന്നു. അപ്പോൾ താങ്ക്സ് ഉണ്ട് നിങ്ങളോട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടില്ലേ. കാരണം ഒരു ക്യാമറയോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഫോണിലാണ്. പിന്നെ ഒരു ട്രൈപോഡോ ഒരു മൈക്ക് പോലും ഇല്ല. എഡിറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ ഇല്ല, ഒന്നുമില്ല. ഒക്കെ ചെയ്യണം എൻ്റെ ഫോണിലാണ്. അപ്പോൾ ഇത്രയും പരിമിതികളുണ്ടായിട്ടും നിങ്ങൾ ഇത്രയും അങ്ങനെ അധികം പ്രസന്റ് ചെയ്യാനും എനിക്കൊന്നും അറിയില്ല. എന്നിട്ടും നിങ്ങൾ എന്നെ സ്നേഹിച്ചു. ഒരു 100ഓളം പേരെങ്കിലും എന്നെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ വലിയ പ്രപഞ്ചത്തില് ഒരു ഒന്നുമില്ല. അപ്പോ ജസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പൊ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പരമാവധി ഇതുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ പുതിയ വീഡിയോ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി M20 റിവ്യൂ ആണ്. സാംസങ് ഗാലക്സി M20 കുറിച്ച് പറയുകയാണെങ്കിൽ സാംസങ് ഇന്ത്യൻ വിപണിയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുന്ന പുതിയ ഫോണാണ് M സീരീസ്. ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ആൾക്കാർ കൂടുതൽ സ്പെക്സ് കുറഞ്ഞ കാശിന് കിട്ടുന്ന ഫോണുകളിലേക്കാണ്. ഇപ്പോൾ ഹോണർ അല്ലെങ്കിൽ ഷവോമി ഒക്കെ ഒരുപാട് ഫോണുകൾ ഇറക്കുന്നുണ്ട്. ദിവസം വെച്ചിട്ട് ചിലപ്പോൾ അവർ ഇറക്കുന്നുണ്ട്. അപ്പോ സാംസങ്ങിന്റെ വിപണി മൂല്യവും അവരുടെ വിറ്റുവരവൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഇപ്പൊ സാംസങ് ഇങ്ങനത്തെ ബഡ്ജറ്റ് ഫോൺസിൽ ഇറക്കുന്ന ഒരു പുതിയ ഫോണാണ് സാംസങ് ഗാലക്സി M20. അപ്പൊ സാംസങ് ഗാലക്സി M20നെ കുറിച്ച് പറയുകയാണെങ്കിൽ സാംസങ് ഗാലക്സി M സീരീസിൽ 2 ഫോണാണുള്ളത്, M10ഉം M20യും. അതിൽ M20 ആണ് ഞാൻ ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. M20 എന്ന് പറയുന്നത് 2 വേരിയന്റ് ഉണ്ട്. അതായത് 3GB 32GB വേരിയന്റും 4GB 64GB വേരിയന്റുമാണ് ഉള്ളത്. അതിന് ചാർക്കോൾ ബ്ലാക്ക് കളറും ബ്ലൂ കളറും ഉള്ള 2 ടൈപ്പ് കളേഴ്സും കമ്പനി നൽകുന്നു. അപ്പോൾ അതിലൊരു ചാർക്കോൾ ബ്ലാക്ക് ടൈപ്പ് ഫോണാണ് ഞാനിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ എന്റെ മുന്നിൽ ഇരിക്കുന്നത് സാംസങ് ഗാലക്സി M20 ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഫോണാണ് സാംസങ് ഗാലക്സി M20. നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ തന്നെ എനിക്കിവിടെ ലഭിച്ചിരിക്കുന്നത് 64GB മെമ്മറിയും 4GB റാമുള്ള ഒരു വേരിയന്റ് ആണ്. ഇതിന് റീറ്റെയിൽ പ്രൈസ് ഏതാണ്ട് 13,390 വരും. ഇതിന് ആമസോണിൽ 12,990 രൂപ, അതായത് ഒരു 13,000 രൂപയാണ് ഇതിന് ഫോണിന് വരുന്നത്. ഇതിന്റെ സ്പെക്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് 16cm ഫുൾ HD ഇൻഫിനിറ്റി V ഡിസ്പ്ലേ ആണ്. പിന്നെ 13 മെഗാപിക്സൽ മെയിൻ ക്യാമറയും 5 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിരിക്കുന്നു. 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും ഉണ്ട്. ഇതിന്റെ മെയിൻ സവിശേഷത എന്ന് പറയുന്നത് 5000 mAh ഫാസ്റ്റ് ചാർജിംഗ് ബാറ്ററിയാണ്. Exynos 7904 ഒറ്റക്കോർ പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സാംസങ് ഗാലക്സി M20 അൺബോക്സിംഗിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായി ബോക്സ് തുറക്കുമ്പോൾ തന്നെ വേറൊരു ചെറിയൊരു ബോക്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ആ ബോക്സ് ഒന്ന് എടുത്ത് തുറന്നു നോക്കാം. അതിലുള്ള വാറന്റി കാർഡും യൂസർ മാനുവലൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് അതൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ്. നമുക്കത് ഫർദർ റിവ്യൂക്ക് വേണ്ടി ഇപ്പോൾ മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് സാംസങ്ങിന്റെ ഫാസ്റ്റ് ചാർജറാണ്. 15 വാട്ടിന്റെ C പോർട്ട് ചാർജറാണ് സാംസങ് ഇവിടെ തന്നിരിക്കുന്നത്. 5000 mAhന്റെ വലിയ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ചാർജർ തന്നെയാണ് സാംസങ് ഇവിടെ തന്നിരിക്കുന്നത്. സാധാരണ ചാർജ് ചെയ്യുന്നതിനേക്കാളും 3 ഇരട്ടി സ്പീഡിൽ നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ കഴിയും, നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ കഴിയും. C പോർട്ട് ഡാറ്റ കേബിള് മാറ്റി വയ്ക്കാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് സിം എഡിറ്റർ ടൂളും തന്നിരിക്കുന്നു. യൂണി മെറ്റൽ ബോഡിയാണ് സാംസങ് ഗാലക്സി M20ക്ക് വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിക്കാനൊക്കെ ഇത് വളരെ എളുപ്പമാണ്. നമുക്കതൊന്ന് സ്വിച്ച് ഓൺ ആക്കി നോക്കാം. ആൻഡ്രോയിഡ് 8.1 അധിഷ്ഠിതമായ സാംസങ്ങിന്റെ V9.5 എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് സെൻസറും വളരെ ഫാസ്റ്റ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ
1 സെക്കൻഡ് പോലും സമയം ലാഗ് ചെയ്യാണ്ട് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റാണ്. ഇതിനധികം സെക്യൂരിറ്റി ഒന്നും ഓഫർ ചെയ്യാൻ കഴിയില്ലെങ്കിലും അത് അത്യാവശ്യം സെക്യൂർ തന്നെയാണ്. പിന്നെ അതിൻ്റെ വാൾപേപ്പർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മാറുന്നത് കാണാം. ഇനി നമുക്ക് നമ്മുടെ ക്യാമറയിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നമുക്ക് സാധാരണ മെയിൻ ക്യാമറയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് വേഗം സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് മോഡ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് ഫോക്കസ്, ബ്യൂട്ടി മോഡ്, പ്രോ മോഡ്, പിന്നെ പനോരമ, അങ്ങനെ ഒരുപാട് മോഡ്സ് നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. നമുക്ക് പ്രോ മോഡിൽ നമുക്ക് ISO ഒക്കെ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ കഴിയും. പിന്നെ പനോരമ മോഡ്, പിന്നെ തന്നിരിക്കുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ഷോട്ട്, അതായത് നമുക്ക് 5-6 ഫോട്ടോ, അതായത് ഒരുപാട് ഫോട്ടോ നമുക്ക് ഇഷ്ടമുള്ള അത്രയ്ക്ക് ഫോട്ടോ നമുക്ക് ക്യാമറ വെറുതെ ഞെക്കി പിടിച്ചുകൊണ്ട് എടുക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കർ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ആവശ്യം. പിന്നെ ഞാൻ ഇത് ആദ്യമായിട്ട് ഈ ചാനലിൽ ഞാൻ ചെയ്തത് അസ്യൂസിന്റെ M2 എന്ന സീരീസിന്റെ അൺബോക്സിംഗും റിവ്യൂ ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയാണ് അതിനുള്ളത്. അതേപോലെ തന്നെ ഈ ഫോണിനും എന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയാണ്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അസ്യൂസിന്റെ സ്നാപ്ഡ്രാഗൺ 660 4 A7 III കോഴ്സ് ആണുള്ളത്. പക്ഷെ ഇതില് ആകെ 2 A7 III കോഴ്സ് ഉള്ളൂ. അപ്പോൾ A7 III കോഴ്സ് കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്ന കാരണം ഇതില് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടും. കാരണം അസ്യൂസിനേക്കാളും കൂടുതൽ ബാറ്ററി ബാക്കപ്പ് നമുക്ക് സാംസങ് M20 നമുക്ക് കിട്ടും. ഒരു 10 മുതൽ 15% നമുക്ക് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടും നമുക്ക് സാംസങ് M20. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സാംസങ് ഗാലക്സി M20 വാങ്ങാം. കാരണം അത്രയും 15000 രൂപയുടെ അടിയിലാണ് നിങ്ങൾ ഫോൺ നോക്കണമെങ്കിൽ എന്തായാലും സാംസങ്. പോരായ്മ എന്ന് പറയണത് സാംസങ് സാധാരണ അവരുടെ ഫോണിലൊക്കെ ഒരു ഹെഡ്സെറ്റ് കൊടുക്കാറുണ്ടായിരുന്നു. സാംസങ് മാത്രമേ ഇത് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഫോൺ തൊട്ട് സാംസങ് ഹെഡ്ഫോൺ കൊടുക്കൽ നിർത്തി. ഇതില് മാത്രം ഞാൻ ഇപ്പൊ സാംസങ് അൺബോക്സ് ചെയ്യുമ്പോൾ സാധാരണ ഒരു ഹെഡ്സെറ്റ് കൂടി കിട്ടാറുണ്ട്. പക്ഷെ ഈ ഫോണില് സാംസങ്ങിന് ഹെഡ്സെറ്റ് തന്നിട്ടില്ല. സാധാരണ സാംസങ് മാത്രമേ ഈ ഹെഡ്സെറ്റ് തരലുണ്ടായിരുന്നല്ലോ. ഇത് സാംസങ് കൂടി നിർത്തി. അപ്പൊ അതൊരു കുറവായിട്ട് തോന്നി. ഒരു ഹെഡ്സെറ്റോടും തരായിരുന്നു. ബാക്കിയുള്ള ഫോണിൽ ഒന്ന് നോക്കുമ്പോ സാംസങ് മാത്രമേ ഒരു ഹെഡ്സെറ്റ് തരാറുള്ളായിരുന്നു. പക്ഷെ ഇപ്പോ സാംസങ് ഹെഡ്സെറ്റ് നിർത്തി. അപ്പൊ സാംസങ് ഗാലക്സി M20യുടെ ലിങ്ക്സ് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നോക്കുക. ലിങ്കിൽ ഞെക്കി ഒന്ന് ആ ഫോൺ ഒന്ന് വാങ്ങാം. പിന്നെ ഇതിന് അനുയോജ്യമായിരിക്കുന്ന ഏറ്റവും നല്ല കേസിന്റെ ലിങ്ക്സും ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സ്ക്രീൻ ഗാർഡിന്റെയും ലിങ്ക്സ് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ അപ്പൊ ഇത് വാങ്ങണതിന്റെ ഒപ്പം തന്നെ അതുകൂടി വാങ്ങാം. കാരണം ഇതിന് അത്ര പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് എനിക്ക് ഇത്ര തോന്നുന്നില്ല. കാരണം ഇതിന്റെ സ്ക്രീൻ ഗോറില്ല ഗ്ലാസ് എന്നൊന്നും ഇവര് അവകാശപ്പെടുന്നില്ല. അപ്പോ നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങുമ്പോൾ തന്നെ ഒരു സ്ക്രീൻ ഗാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നന്നായിരിക്കും. അല്ലെങ്കിൽ അതിൽ പൊട്ടാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇതിനൊക്കെ ലിങ്ക്സ് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവരും വാങ്ങാം. ഇത് വാങ്ങണതിന്റെ ഒപ്പം അതുകൂടി. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കാര്യമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.